അപ്പോൾ നമ്മളിന്ന് ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട് റൂമിലുള്ള എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂർ. അപ്പോൾ ഇനി അവിടെ പോയിട്ട് കറങ്ങിയിട്ട് അവിടുത്തെ കുറച്ച് വിഷ്വൽ എന്ന് വെച്ചാൽ നമ്മൾ കറങ്ങുന്ന സ്ഥലമൊക്കെ നമ്മൾ കാണിച്ചു തരും. കറങ്ങുമെന്നും അറിഞ്ഞുകൂടാ, പോയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം, സ്ഥലങ്ങൾ. അപ്പോൾ പോയിട്ട് വരാം. നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുന്നത് 10 മിനിറ്റായി. ജനറലായിട്ട് നമ്മൾ മട്ടേക്ക് ഓട്ടത്തിന് പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് അവിടെ എത്തിയിട്ടാണ്, രാവിലെ എത്തും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ KSR എത്തിയിരിക്കുന്നു. നല്ല തണുപ്പുണ്ട്. നമ്മളെ ഇന്ന് മെട്രോയിലൊക്കെ കയറി വീടെത്തിയിട്ട് വരാം. നല്ല ഉറക്കമുണ്ട്. KSR ഒക്കെ എത്തി. ഞാൻ വന്നില്ല. ഗൈസ്, നമ്മളെ പോലെ മെട്രോ കയറാൻ പോവുകയാണ്. സീറ്റ് എടുക്കണം ഗൈസ്, ആദ്യമായിട്ട് വരികയാണ്. സീറ്റ് പിടിച്ചു. മെട്രോ കയറി നമ്മൾ സ്റ്റേഷനിലോട്ട് ഇറങ്ങാൻ പോകുന്നത്. എങ്ങനെയുണ്ട് മെട്രോ കൊള്ളാം, നല്ല സ്പീഡ്. വിചാരിച്ച കണക്കുണ്ട്, നല്ല സ്പീഡ് ഉണ്ടായിരുന്നു ഗൈസ് മെട്രോ. കൊള്ളാം. ക്യാമറയൊക്കെ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങി. ജയനഗറിൽ നമ്മളൊന്ന് മെട്രോ തിരിച്ച് നേരെ താഴോട്ട്. നമ്മൾ ജയനഗർ ഇറങ്ങി. ബസ് നമ്മൾ നേരെ നമ്മളെ റൂമിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഉറങ്ങി എണീച്ചിട്ടൊക്കെ നേരെ നമ്മൾ കറങ്ങുന്നതായിരിക്കും കുറച്ച് സ്ഥലം. യെസ്, അപ്പോൾ നമ്മൾ കുറച്ച് ഈ വണ്ടിയൊക്കെ കിട്ടിയിട്ട് വരാം. നടക്കാറുണ്ട് കുറച്ച്, അപ്പോൾ നടന്നിട്ടൊക്കെ വരാം. നമ്മൾ ഊബർ പിടിച്ച് നേരെ റൂമിലോട്ട് പോകാൻ പോവുക. എല്ലാവരും ഉണ്ട്. നമ്മൾ ട്രെയിനൊക്കെ കയറി ബാംഗ്ലൂരെത്തി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന റൂമിലോട്ടും വന്ന് പരിചയമുള്ളൊരു ചേട്ടൻ്റെ റൂമിലാണ്. അപ്പോൾ അവിടെ നമ്മളിവിടെ നിന്ന് പുറത്തു പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വേണം പോകാൻ. ട്രെയിനിലേ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി സെറ്റായിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങി കറങ്ങുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ റെഡിയൊക്കെ ആയി കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ബ്ലാക്ക് സ്ക്വാഡ്. അപ്പോൾ നമ്മൾ ഇനി ബാംഗ്ലൂർ ചുറ്റി കറങ്ങിയിട്ട് വരാം. യെസ്, അപ്പം നമ്മൾ ഇനി നേരെ ചർച്ചിലോട്ട് പോകുന്നത്. പയ്യൻ കഥ പറഞ്ഞിരിക്കും. നമ്മൾ നടന്ന് ചർച്ച് സ്ട്രീറ്റ് എത്തിയിരിക്കുന്നു. ഊബറൊക്കെ പിടിച്ചെത്തി. ഇനി ഇവിടെ മൊത്തം കറങ്ങി കാണുന്നതായിരിക്കും. ചർച്ച് സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഇനി ഫുള്ള് കറങ്ങാൻ പോണത് നമ്മൾ. കൈസ്, അങ്ങനെ നമ്മൾ തപ്പി ഒരു കാർ കടയിൽ ടോയ്സ് കിട്ടണേ. കുറേ കാറുണ്ട്, നല്ല കിട്ടിലും സെറ്റ് ഞാൻ കാണിച്ചുതരാം. കണ്ടാ ഗൈസ്, എല്ലാം നല്ല പെട്ടപ്പം സാധനം. ഹോട്ട് വീൽസ് കണ്ടോ, എല്ലാം നല്ല കിട്ടിലും സാധനങ്ങളുണ്ട്. ആക്ഷൻ ഫിഗേഴ്സും വൺ പീസിൻ്റെ എല്ലാം ഉണ്ട്. ഇതൊക്കെ കണ്ടോ, അത് കാണാൻ പോകും. ഓരോ വണ്ടിയിലും ഉള്ള ഗൈസ് നല്ല കളക്ഷനുള്ള സാധനം. പക്ഷേ ഇത്തിരി റേറ്റ് കൂടുതലാണെന്നേ ഉള്ളൂ. കാർ ഇവിടെ കുറേ ഉണ്ട്, കാണിച്ചു തരാം. കണ്ട കുറേ ഉണ്ട് ഗൈസ്.
കാറിൻ്റെ തന്നെ. പക്ഷേ ഇത് ചർച്ച് സ്ട്രീറ്റിൻ്റെ അവിടെയാണ് ഈ കട. കുറേ കാറുണ്ട്, കുറേ കാറെന്ന് വെച്ചാൽ കുറേ കാർ, ടോയ് കാറുകളെ കണ്ടോ, ടോപ്പ് കാറുകളാണ്. ആക്ഷൻ ഫിഗറൊക്കെ നല്ല ആക്ഷൻ ഫിഗറുണ്ട് ഗൈസ്, ഫുൾ. ഇതൊക്കെ ലിമിറ്റഡ് എഡിഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇവിടെയൊക്കെ വന്ന് എടുത്താൽ മതി. ചർച്ച് സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മാള് കണക്കത്തെ ഒരു കടയാണ്. ഇത് കണ്ടോ, എല്ലാം ഉണ്ട്. കട കൊള്ളാം, നല്ല കട. പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതൽ. ഓരോ കാറുകൾ പുറത്തല്ലേ. ഈ കടയുടെ പേര് ഇപ്പോൾ ഇവിടെ കൊടുത്തില്ലല്ലേ. കടയുടെ പേരെന്താണ്? ഇത് ഇവിടെ നമ്മളാ ചർച്ച് സ്ട്രീറ്റിൻ്റെ അടുത്തായിട്ടാണ് ഈ കട. ഒരു ടോയ് കട. താണ്ട നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. പക്ഷേ റേറ്റ് കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷെ സംഭവം പക്ക സാധനമാണ്. നമ്മളിനി ഇവിടെയൊക്കെ ഫുള്ളൊന്ന് കറങ്ങിട്ട് ഇവിടെ നിന്നാൽ ശരിയാവില്ല. അതെ, മൊത്തത്തിൽ കറങ്ങി നമ്മൾ ഫുള്ള് സീനറി മ്യൂസിക് ഒക്കെ ഇട്ട് പട്ടപ്പെട്ടാന്ന് അയക്കുക, അല്ല കാണിക്കുക. ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൊത്തം പട്ടപ്പെട്ട. വീട്ടിൽ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കാനേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഭയങ്കര ഉള്ള റേറ്റാണ് എല്ലാവരും. എന്തിപ്പോൾ കാണിക്കുന്നുണ്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത അടുത്തത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് അന്ന് നടന്നതാണ്ട്. ഈ കഫേ ഓർമ്മ ഉണ്ടോ ഗൈസ്? ലോഗയിൽ കണ്ട അതേ കഫേ അത് എന്നെ തോന്നുന്നു. ഇങ്ങനെ നടക്കണ്. ഇവിടെ ഏതോ ഒരു മാളൊക്കെ കണ്ട് പിന്നെ ഇവിടെ നിന്ന് നേരെ വേറെ പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ പോവുകയാണ്. യെസ്, ബാംഗ്ലൂർ UBCT മാളിൽ വന്നു. ഇവിടെ മൊത്തം എക്സ്പെൻസീവ് കടകളാണ്. അപ്പോൾ നമ്മളത് എക്സ്പ്ലോർ ചെയ്യാം. കടകൾ എന്താ ഒരു ഏൻഷ്യൻ ഹൗസിൻ്റെ ഒരു ഫീല്. നമ്മളെല്ലാവരും ഇവിടെ വായി നോക്കാൻ വന്നോണ്ട് കുഴപ്പമില്ല. കടയിലൊന്നും കയറാനും നമ്മൾ ഫ്രെയിം എന്ത് തോന്നുന്നു ഒരു ഇതിലേ വന്നിട്ട്. സൂപ്പർ. നമുക്ക് മണ്ടേ പോകാം. വാ ഇനി മണ്ണ് പോകും. കറങ്ങി നടക്കുന്നു. നല്ല വലിയൊരു മാള്. അത്ര വലുതൊന്നും ഇല്ല നമ്മൾ ലുലു മാളിൻ്റെ അത്ര, എന്നാലും കുറച്ച് ലക്ഷറി ടൈപ്പ് മാളാണിത്. അതുകൊണ്ട് iPhone 17 എന്ത് തിന്ന് സാധനം. സിം അവിടെ ഇടുന്നത് കൊള്ളാം. iPhone 17 Pro Max. separate include 1,49,900. UBCTൻ്റെ ടോപ്പ് ഇവിടെ നിന്ന് വ്യൂ ഒക്കെ കണ്ടു. കൊള്ളാം. ഇപ്പോൾ പാർക്കിലെത്തിക്കുന്നു. പാർക്കല്ല, ഗാർഡൻ. ഇതൊക്കെ ഗാർഡൻ എന്ന പാർക്കാ ഗാർഡൻ. ഇവിടെ എത്തി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നടക്കാണ്. നടന്ന് തളർന്ന്. നല്ല സീനറി ഉണ്ടോയെന്ന് വെച്ചാൽ ഒന്നുമില്ല. കാടുണ്ട് കുറേ. കുറേ ഗാർഡൻ. ഗാബോൺ പാർക്കിൽ നടന്നുകൊണ്ട് നമ്മളിനി തിരിച്ച് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയാണ്. ഫുഡും കഴിച്ചില്ല. അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് അവിടെ ഞങ്ങൾക്ക് ഇറങ്ങിയിട്ട് കോറമംഗലം നൈറ്റ് അവിടെ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ച് പോകാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി കയറിയിട്ട് കാണാം. വണ്ടി കയറി ഇരിക്കുകയാണ്. അടുത്ത അങ്ങോട്ടാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് പോയിട്ട് കാണാം. നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് എത്തിയിരിക്കുന്നു. ഇവിടെയാണ് ഡ്രസ്സുകളും എല്ലാം ചീപ്പായിട്ടൊക്കെ കിട്ടുന്നത്. നല്ല വില കുറവാണ്. ഫുള്ള് കടകളാണ് ഇവിടെ. അത്രയും കടകൾ കുറേ ഉണ്ട്. ഇനി ഫുഡ് കഴിക്കണം. ഇവിടെ എവിടെയെങ്കിലും പോയി തപ്പിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഫുള്ള് സ്റ്റോർ. അതും ബാംഗ്ലൂർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി. കുറച്ച് വില കുറവാണ് ഇവിടെ ആക്ച്വലി. അങ്ങനെയാണ് പറഞ്ഞത്. കഴിക്കാൻ വേണ്ടി നമ്മളൊരു കടയിൽ കയറി. ചൂടത്ത് നടന്ന് തളർന്നതാ. എല്ലാവരും വിശപ്പൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുക. കണ്ടോ എല്ലാവരും കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പം നമ്മളിനി കഴിച്ചിട്ട് വരാം. ഇവിടെ നടന്ന ഒരു പരിവായി. ഒരു ലൂപ്പിൽ പെട്ടണക്കാണ്. ഇതുവരെ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. കറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ മൊത്തം തുണി അത് ഇതെന്നൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. നമ്മളിവിടെയൊക്കെ കറങ്ങി തളർന്ന് റൂമിലോട്ട് പോയിട്ട് ഇനി രാത്രി ഇറങ്ങാന്നുള്ള പ്ലാനിലാണ്. ഇപ്പോൾ ഊബർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാലൊക്കെ കൊണ്ട് തളർന്ന് ഇവിടെ വെച്ചിരിക്കുന്നത്. തളർന്നിങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ഫോൺ നോക്കിയിട്ട്. ഇപ്പോൾ റാപ്പിഡോ വരും. റാപ്പിഡോ വിളിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ബാക്കി
വൈകിട്ട് ഇറങ്ങപ്പോൾ ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. രാത്രി നമ്മൾ സംഭവം എന്ന് വെച്ചാൽ റൂമിൽ കയറി കിടന്ന് ഉറങ്ങിയിട്ട് എണീച്ച് വീണ്ടും ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി. നമുക്ക് ഒറ്റ ദിവസമേ ഉള്ളൂ, അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് മാക്സിമം കവർ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കടയിൽ ഷവർമ കഴിക്കാൻ വന്നു. ഉറങ്ങിയൊക്കെ എണീച്ചപ്പോൾ ആ ക്ഷീണം അങ്ങ് പോയി കിട്ടി. കുറേ നടന്നില്ല. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോണത് വരാം. എല്ലാവരും അവസാനം ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു, കഴിക്കുന്നു ഷവർമ. ഓർമ്മയിലും പോകാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. നമ്മളവിടെ എത്തിയിട്ട് കുറേ ഉണ്ട് നടക്കാൻ. നടന്നു പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇവിടെ മാളൊക്കെ ഉണ്ട്, ഏതോ മാൾ. അപ്പം എല്ലാവരും നടന്നു പോകാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കോറമംഗലം കറങ്ങി നടക്കുകയാണ് ഗൈസ്. ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ മൊത്തം പബ്ബാണ്, അതാണ് ഇത്ര തിരക്ക് ഇവിടെ ഗൈസ്. അങ്ങനെ ബാംഗ്ലൂരൊക്കെ കണ്ട് കറങ്ങി നടന്ന് തളർന്ന് കോറമംഗലം എല്ലാം പോയിട്ട് വന്ന് ഇന്ന് തിരിച്ച് റൂമിലോട്ട്. ഇനി നാളെ രാവിലെ കുറച്ച് സ്ഥലത്തൊക്കെ പോകണം ഗൈസ്. വെൽക്കം ബാക്ക്. അങ്ങനെ ഇന്ന് രാവിലെ കറങ്ങാമെന്നും പറഞ്ഞിരുന്നേ, പക്ഷെ നമ്മളിപ്പോൾ കോയമ്പത്തൂരെത്തി. അധികം പേര് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ നോക്കിയപ്പോൾ തിരിച്ചു വരാൻ ട്രെയിനൊന്നുമില്ല. അപ്പോൾ രാവിലത്തെ ട്രെയിനിൽ കയറി വന്നു. അതുകൊണ്ട് വലിയ ആയിട്ട് ചിക്പേട്ടൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് നേരെ വന്ന് ഇനി തിരിച്ചിവിടെ ഡേ തുടങ്ങുന്നു. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇന്നലെ അടിച്ച് പൊളിച്ച് നല്ലതായിട്ട് കറങ്ങുക, എല്ലാം സെറ്റായി. അപ്പോൾ ശരി എന്നാൽ ബൈ ബൈ.